ഹായ്, അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ ഷെയർ ചെയ്യുന്ന ഒരു ഡേ ഇൻ മൈ ലൈഫാണ്. അപ്പോൾ ഞാൻ ശരിക്കും ഒരു ഡേ ഇൻ മൈ ലൈഫ് വേറെ ഷൂട്ട് ചെയ്തതായിരുന്നു. ഞാനന്ന് SSLC റിസൾട്ടിൻ്റെ അന്ന് എടുത്തിട്ടുണ്ടായിരുന്നല്ലോ ലാസ്റ്റ് മിനിറ്റ് ടിപ്സ്. അന്നായിരുന്നു ഞാനൊരു ഡേ ഇൻ മൈ ലൈഫ് ഷൂട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. എന്നിട്ട് സ്റ്റോറേജ് കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ ഡെലിറ്റ് ചെയ്തപ്പോൾ എൻ്റെ മറ്റേതെല്ലാം പോയി, ഞാൻ ഷൂട്ട് ചെയ്തതെല്ലാം പോയി. ഞാൻ അന്ന് പുറത്തു കൂടിയും പോയതായിരുന്നു. അപ്പോൾ മറ്റു ദിവസങ്ങളിൽ കുറച്ച് ഡിഫറെൻ്റ് ആയിട്ട് വെച്ചിട്ട് നമ്മൾ പുറത്ത് പോയിട്ടും അങ്ങനെയൊക്കെ ആയിട്ട് ഒരു രസം ഉണ്ടാവില്ല, അത് ഫുൾ പോയും. എല്ലാം സ്ഥലത്തും നോക്കി, റീസൈക്ലിംഗ് പിന്നെ എല്ലാത്തിനും പോയി. അപ്പോൾ ഇത് ഞാൻ രണ്ടാമത്തത് വേറെ ഷൂട്ട് ചെയ്യുന്നതാണ്, വേറൊരു ദിവസം ഷൂട്ട് ചെയ്യുന്നതാണ്. അപ്പോൾ ഞാൻ എണീറ്റിട്ട് കുറച്ച് നേരമേ ആയിട്ടുള്ളൂ. ഞാൻ ജസ്റ്റ് പല്ല് തേച്ചു, ചായ കുടിച്ചു, ഇത്ര തന്നെ ചെയ്തിട്ടുള്ളൂ. അതുകൊണ്ട് തന്നെ മുഖത്തിന് കുറച്ച് വീർപ്പുണ്ട്. പിന്നെ എൻ്റെ കണ്ണ് ചെറുതാവുന്നുണ്ട്, എന്താണെന്നറിയില്ല. എനിക്ക് സാധാരണ അങ്ങനെ വരാറില്ല. എനിക്ക് അന്ന് കണ്ണ് ചുവപ്പ് വന്നതിന് ശേഷം എനിക്ക് ഈ കണ്ണിൽ എന്തോ ചൊറിച്ചിൽ പോലൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. അതിലും ഡ്രോപ്സ് ഒട്ടിച്ചു. എന്താണെന്നറിയില്ല, ഇന്ന് രാവിലെ എൻ്റെ വായിന്ന് വരുന്നതെല്ലാം തെറ്റിയിട്ടാണ് വരണേ. ഞാൻ വേറെ എന്തൊക്കെയോ പറയുന്നു. എന്നിട്ട് ഞാൻ ഇത് ഇടയ്ക്കിടയ്ക്ക് വീഡിയോ ഡിലീറ്റ് ചെയ്യുക, വീണ്ടും ഷൂട്ട് ചെയ്യുക തന്നെ ചെയ്തുകൊണ്ടിരിക്കണേ. അപ്പോൾ ഇന്നലെ രാത്രി ഞാൻ വേറെ റൂമിലോട്ട് ഇരുന്ന് പഠിച്ചത്, എൻ്റെ റൂമിലല്ല. അപ്പോൾ ആ സാധനങ്ങളൊക്കെ മറ്റേ റൂമിൽ തന്നെ കിടക്കേണ്ട അടുത്ത് മാറ്റി വെച്ചിട്ടൊന്നുമില്ല. അപ്പോൾ ആ ബെഡ് ടേബിളും അതൊക്കെ എടുത്ത് എൻ്റെ റൂമിലേക്ക് വെച്ചിട്ട് ഞാൻ നേരത്തെ കഴിക്കാനിരുന്നു. ഞാൻ നേരത്തെ പറഞ്ഞ് നല്ല ലേറ്റായിട്ടാണ് എണീക്കുക, ലേറ്റായിട്ടാണ് ഭക്ഷണം കഴിക്കുക. എണീറ്റ ഉടനെ ചായ കുടിച്ച് കഴിഞ്ഞിട്ട് കുറേ നേരം ഇരുന്നിട്ടാണ് ഞാൻ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുക. പക്ഷെ ഞാൻ അന്ന് നേരത്തെ ഫുഡ് കഴിക്കിയിരുന്നു. അപ്പോൾ ഞാനാണ് ഏറ്റവും ലേറ്റായി വന്ന് കഴിക്കുന്ന ആൾ. എല്ലാവരും കഴിച്ച് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ദോശയും കടലക്കൂട്ടാനായിരുന്നു ബ്രേക്ക്ഫാസ്റ്റ്. അപ്പോൾ ഞാൻ എൻ്റെ മണി പ്ലാന്റിനെ വെള്ളമൊഴിക്കാൻ വന്നപ്പോഴാണ്, ഇത് മാത്രമല്ല കേട്ടോ, അപ്പുറത്ത് വേറൊരു കുപ്പിയുണ്ട്, അതിലും ഞാൻ അങ്ങനെ വെച്ചിട്ടുണ്ട്. പക്ഷേ അടുത്ത വീട്ടിലിങ്ങനെ പണി നടക്കുന്നതുകൊണ്ട് നല്ല പൊടി ആർക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ ശരിക്കും ബാൽക്കണിയിൽ ഇരുന്ന് പഠിക്കാമെന്നൊക്കെ വിചാരിച്ചതായിരുന്നു. അതിന് വേണ്ടിയിട്ട് ഞാൻ തലേ ദിവസം അതൊക്കെ ക്ലീൻ ചെയ്ത് വെക്കുകയും ചെയ്തു. പക്ഷേ ഒരു ദിവസം കൊണ്ട് ഇപ്പോൾ പിറ്റേ ദിവസം ഞാൻ ഇരിക്കാൻ വെച്ചിട്ടാണ് അവിടെ ഇന്നലെ ക്ലീൻ ചെയ്തത്. എന്നിട്ട് ഇന്നത്തേക്കാകുമ്പോഴേക്കും നല്ല പൊടി ആർത്തിരിക്കണു. എൻ്റെ മണി പ്ലാന്റിൻ്റെ ലീവ്സിൽ വരെ ഇങ്ങനെ പൊടി വന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഇന്ന് മാത്സാണ് പഠിക്കുന്നത്. മാത്സ് സ്ട്രെയിറ്റ് ലൈൻസ് ആണ്. അപ്പോൾ ഞാൻ ലാസ്റ്റ് എടുത്ത സ്റ്റഡി വ്ളോഗിലും മാത്സ് തന്നെ പഠിക്കേണ്ടായിരുന്നു. അത് ഞാൻ അതിൻ്റെ മുന്നത്തെ ദിവസങ്ങളിലൊക്കെ ഞാൻ ശരിക്കും ഒന്നും പഠിച്ചിട്ടില്ല. പിന്നെ പഠിക്കുകയാണെങ്കിൽ 1-2 ചാപ്റ്റേഴ്സ് പഠിച്ചതാണെങ്കിലും അത് ഫിസിക്സ് കെമിസ്ട്രി ആയിട്ടും ആയിരുന്നു. മാത്സ് പഠിച്ചിട്ടുണ്ടായിരുന്നില്ല. അതുകൊണ്ടാണ് ഞാൻ മാത്സ് എടുത്തത്. അത് ഞാൻ ഈ ഫിസിക്സ് കെമിസ്ട്രി മാത്സ് ചെയ്തെടുക്കുകയാണെങ്കിൽ ഞാൻ എല്ലാ ചാപ്റ്റേഴ്സൊന്നും കവർ ചെയ്യാൻ നോക്കുന്നില്ല. എനിക്ക് ബുദ്ധിമുട്ടുള്ളതും ഞാൻ മോഡൽ എക്സാമിന് നോക്കാത്ത ചാപ്റ്റേഴ്സാണ് ഞാൻ ഇപ്പോൾ നോക്കിക്കൊണ്ടിരിക്കുന്നത്. അങ്ങനെ നമ്മുടെ സ്റ്റഡി ലീവ് കഴിയാറായി. പ്ലസ് വൺകാരുടെ കേട്ടോ. പ്ലസ് ടുവിനും 10th അവരുടെ എക്സാം തുടങ്ങിയിട്ടുണ്ടാകും ഈ വീഡിയോ വരുമ്പോഴേക്കും. അപ്പോൾ നിങ്ങളുടെ എക്സാം എങ്ങനെ ഉണ്ടായിരുന്നു? ഈസി ആയിരുന്നോ? പിന്നെ പ്ലസ് വൺകാർ നിങ്ങൾ ഈ സ്റ്റഡി ലീവ് നന്നായി പ്രൊഡക്റ്റീവായി യൂസ് ചെയ്തോ? കവർ ചെയ്യാൻ പറ്റിയോ? അതൊക്കെ കമൻസിലിടുക. ഞാൻ എന്തായാലും ഇങ്ങനെ വൃത്തിയായിട്ടല്ല, പ്രൊഡക്റ്റീവേ ആയിരുന്നില്ല. ഞാൻ എൻ്റെ ലൈഫിൽ കൂടുതലും പഠിക്കാത്ത ദിവസങ്ങൾ ഇതാണ്. ശരിക്കും പറഞ്ഞാൽ 10th അത്ര പഠിക്കാനില്ല, എന്നിട്ട് ഞാൻ കുറേ ഇരുന്ന് പഠിച്ചു. ഇതിപ്പോൾ ഇവിടെ പഠിക്കാനുണ്ടായിട്ട് ഞാൻ പഠിക്കുന്നില്ല. ഇപ്പോൾ പ്ലസ് വണ്ണും പബ്ലിക് എക്സാമാണെന്നുള്ള ബോധമൊന്നും എനിക്ക് പറഞ്ഞാൽ ഉണ്ട്. പക്ഷേ നമുക്ക് 10th ഉണ്ടായ പോലെ ഒരു എന്താ പറയുക, പേടിയോ അല്ലെങ്കിൽ നമ്മൾ കുറച്ചുകൂടി പഠിക്കാതിരിക്കാൻ നോക്കും. ടെൻഷൻ അങ്ങനെ ഒന്നുമില്ല, ഫ്രീ ആയിട്ട്. എനിക്ക് ടെൻഷനും ഇല്ല. എനിക്ക് തോന്നുന്നു 10th ഇപ്പോൾ നമ്മൾ പബ്ലിക് എക്സാം അയ്യോ വലിയ കാര്യം എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര സീരിയസ് ആയി എടുത്തിട്ട് അത് ഓക്കെ ആയി ചെന്നപ്പോൾ പിന്നെ ഒരു പ്രാവശ്യം എക്സ്പീരിയൻസ് ആയപ്പോൾ നമ്മളതിൻ്റെ ചൂട് അങ്ങോട്ട് പോയതാ തോന്നണോ. ഞാനപ്പോൾ ഈ വ്ളോഗിൽ ടൈം മെൻഷൻ ചെയ്യാൻ മറന്നു. ഞാൻ ശരിക്കും പഠിക്കാതിരിക്കുമ്പോഴേക്കും ഞാൻ ലേറ്റായിട്ടാണ് എണീറ്റത്, ലേറ്റായിട്ടാണ് ഫുഡ് കഴിച്ചത്. പിന്നെ ഉടനെ ഇരിക്കില്ല കേട്ടോ ചെയ്തത്. ഞാൻ കുറേ നേരം വെറുതെ ഫോൺ നോക്കി ഇരിക്കുകയൊക്കെ ചെയ്തു. അങ്ങനെ ടൈം പോയിട്ട് കുറേ നേരം കഴിഞ്ഞിട്ടാണ് ഞാൻ ഇരുന്നത്. എപ്പോഴാണ് 12 മണിക്കൊറ്റാണ് ഞാൻ ഇരുന്നത്. അപ്പോൾ അമ്മ ഫ്രൂട്ട് സലാഡ് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. വനീല ഐസ്ക്രീമിൽ കുറേ ഫ്രൂട്ട്സൊക്കെ കട്ട് ചെയ്തിട്ട്. അപ്പോൾ അത് കഴിച്ചപ്പോൾ കുറച്ചുകൂടി എനർജി വന്നു. എന്നിട്ട് ഞാൻ വീണ്ടും സ്റ്റഡീസ് കണ്ടിന്യൂ ചെയ്തു. അപ്പോൾ ഇടയിൽ ഇങ്ങനത്തെ കഴിക്കണോണ്ട് വേഗം വിശക്കുകയില്ല. പിന്നെ ലഞ്ച് ഞാൻ ഓൾറെഡി ലേറ്റ് ആയിട്ടാണ്, വൈകുന്നേരമാണ് ശരിക്കും പറഞ്ഞാൽ ലഞ്ച് കഴിക്കുന്നത്. 3 മണി 4 മണിക്കൊക്കെ ഞാൻ ലഞ്ച് കഴിക്കുക. ഞാൻ ശരിക്കും വീഡിയോ എടുക്കണോണ്ട് കേട്ടോ ഇത്ര കൺസിസ്റ്റൻ്റ് ആയിട്ട് ഒരേ സ്ഥലത്തിരുന്ന് പഠിക്കുന്നത്. ഇപ്പോൾ ഞാൻ മുമ്പ് ഇരിക്കിയിരുന്നു, പക്ഷേ ഞാൻ പറഞ്ഞില്ലേ ഈ സ്റ്റഡി ലീവ് തുടങ്ങിയപ്പോൾ മുതൽ എനിക്ക് ഒറ്റ സ്ഥലത്തിരുന്ന് അങ്ങോട്ട് പഠിക്കാൻ പറ്റുന്നില്ല. ഒറ്റ ഒരു സ്ട്രെച്ചിന് ഇരിക്കാൻ പറ്റുന്നില്ല. കുറേ ഇടയിലിടയിൽ എണീറ്റ് നടക്കും.
ശരിക്കും ഞാൻ ഈ പഠിക്കുന്നതിൻ്റെ ക്ലിപ്പ് ഭയങ്കര ലെങ്തിയാണ്. അപ്പോൾ ഞാൻ കുറേ കട്ട് ചെയ്തു. ഇടയിലൊക്കെ ഞാനിങ്ങനെ എൻ്റെ നോട്ട്ബുക്ക് എടുത്തിട്ട് ഇങ്ങനെ മറിച്ച് നോക്കുമായിരുന്നു, എപ്പോഴാണ് കഴിയാറായോ എന്ന്. ഇടയ്ക്കിടയ്ക്ക് 5 മിനിറ്റ് കൂടുമ്പോൾ ഞാൻ രണ്ട് ക്വസ്റ്റ്യൻസ് കഴിയുമ്പോൾ ഞാൻ മറിച്ച് നോക്കുമായിരുന്നു. അത്രയ്ക്കും മടുത്തു എനിക്ക്. അപ്പോൾ ഞാൻ ശരിക്കും ഈ ക്ലിപ്പ് എടുക്കുമ്പോൾ ഉണ്ടല്ലോ വേഗം ഫോൺ അവിടെ ഇട്ടിട്ട് ഓടിയിട്ടുണ്ടായിരുന്നു. ഒരു വേട്ടാളൻ എന്നല്ല അങ്ങനെ ഞാൻ വിളിക്കാറ്. അപ്പോൾ അത് റൂമിൽ കയറിയിട്ടുണ്ടായിരുന്നു. അത് ഞാൻ ബാൽക്കണി തുറന്നപ്പോൾ കയറിയതാട്ടോ. എന്നിട്ട് ഞാൻ അതിനെ ഓടിക്കാനുള്ള ശ്രമത്തിലായിരുന്നു കുറേ നേരം. അപ്പോൾ ഞാൻ 3 മണിയാകുമ്പോഴാണ് കേട്ടോ മേലെഴുകാൻ ചെന്നത്. മേലെഴുകാൻ ഞാൻ എല്ലാ ദിവസവും തലയിൽ വെള്ളം ഒഴിക്കാറില്ല. ഞാൻ ഓൾട്ടർനേറ്റ് ഡേയ്സിലാണ് ഹെയർ വാഷ് ചെയ്യാറ്. അപ്പോൾ ഞാൻ അങ്ങനെ വെച്ചിട്ടാണ് ഇരിക്കുന്നുണ്ടായിരുന്നത്. എന്നിട്ട് ഇടയിൽ മുടി അഴിഞ്ഞ് വീണിട്ട് നനയുകയും ചെയ്തു. എന്നിട്ട് എനിക്ക് അഴിച്ചിടേണ്ടി വരികയും ചെയ്തു. എനിക്ക് ഏറ്റവും കഷ്ടം ഈ അഴിച്ചിടലാണ്. അത് കുറേ നേരം ഇങ്ങോട്ട് തുറന്ന് ഇടണ്ട. അപ്പോൾ എനിക്ക് ഈ നെക്കിൻ്റെ അവിടെയൊക്കെ ചൂട് കൊടുക്കുന്ന പോലെയൊക്കെ തോന്നും. എന്നിട്ട് ഞാൻ അവസാനം ലഞ്ച് കഴിച്ചതിന് ശേഷം ഉച്ചയ്ക്ക് കടന്നുറങ്ങാൻ പോയി. ഈ ഉച്ചയുറക്കം പറയുന്നത് എനിക്ക് ശരിക്കും മസ്റ്റാണ്. ഈ ശീലങ്ങളൊക്കെ ഞാൻ 10th പഠിച്ചത്. സാധാരണ 10th എല്ലാവരും ഈ ശീലങ്ങളൊക്കെ വിടുമ്പോൾ ഞാൻ പുതിയത് ഉണ്ടാക്കി എടുക്കുകയാണ് ചെയ്തത്. അപ്പോൾ വൈകുന്നേരം ഞാനൊരു ലൈം ജ്യൂസ് കുടിച്ചു. എന്നിട്ട് എണീറ്റതിന് ശേഷം മുടിയൊക്കെ ശരിക്കും ചീന്തി കെട്ടി. ഒരു 6 മണിയൊക്കെ ആയപ്പോഴത്തെ ക്ലിപ്പാണ് കേട്ടോ ഇത്. രാത്രി ഞാൻ മാത്സ് തന്നെയാണ് നോക്കുന്നത്. ഇതിപ്പോൾ ഇങ്ങനെ ഇക്വേഷൻസൊക്കെ ഞാൻ ഒരു പേപ്പറിൽ ഇങ്ങനെ ഒട്ടിച്ച് വെച്ചിട്ടുണ്ട് എൻ്റെ ബുക്കിൽ. അപ്പോൾ ഇത് പേജ് കഴിഞ്ഞുകൊണ്ടാട്ടോ, എൻ്റെ ബുക്കിൽ പേജ് കഴിഞ്ഞു. അപ്പോൾ ഇടയിൽ ഒരു പേജ് ഫ്രീ ആയിട്ട് കിടക്കുന്നുണ്ടായിരുന്നു. ഫ്രീ ആയിട്ട് കിടക്കില്ല, എന്തോ എഴുതിയിട്ട് തെറ്റിയിട്ട് അങ്ങോട്ട് വെട്ടിട്ട് കിടക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അതിൽ ഞാൻ മുകളിൽ ഇങ്ങനെ ഒട്ടിച്ചു. ഞാൻ ഇതിങ്ങനെ മടക്കി വെക്കും. പക്ഷേ ഇടയിൽ ഇങ്ങനെ ഇവിടെ കീറിയിട്ടൊക്കെ ഉണ്ട്, കുറേ ഇങ്ങനെ മടക്കി തുറന്ന് അങ്ങനെ. അപ്പോൾ ഞാൻ ശരിക്കും വീഡിയോ എടുക്കണം മിക്ക ദിവസം മാത്സ് തന്നെ പഠിക്കണേ. അപ്പോൾ രാത്രി ഞാൻ കഴിക്കുന്നത് ബ്രെഡാട്ടോ. ചോറുണ്ട്, പക്ഷേ ബ്രെഡ് വാങ്ങി വെച്ചത് ഫ്രിഡ്ജിലുണ്ട്. അപ്പോൾ അത് വേഗം തീർത്തിട്ടില്ലെങ്കിൽ കേട് വരും. അപ്പോൾ അതിൻ്റെ മുന്നേ എക്സ്പയറി ആവുന്നതിൻ്റെ മുന്നേ വേഗം കഴിക്കാൻ വെച്ചിട്ട് ഇനിയിപ്പോൾ 2 ദിവസം ഉണ്ട്, എന്നാലും ഇപ്പോൾ തന്നെ കഴിക്കാമെന്ന് വെച്ചാൽ പിന്നെ എല്ലാ ദിവസവും ചോറ് കഴിക്കുന്നുണ്ട് എന്ന് ഡിഫറെൻ്റ് ആവണ്ടേ. അതുകൊണ്ട് ടോസ്റ്റ് ചെയ്തിട്ടാണ് കഴിക്കുന്നത്. പിന്നെ കൂടെ ഓംലെറ്റാണ് കഴിക്കുന്നത്. അപ്പോൾ എനിക്ക് എരിവുള്ളത് കഴിക്കാൻ ഇഷ്ടം, എനിക്ക് മധുരം അത്ര ഇഷ്ടമല്ല. അപ്പോൾ നമ്മളിപ്പോൾ എങ്ങനെയാണോ ചോറിന് ഉണ്ടാക്കുക, മുട്ട പൊരിക്കില്ല ഓംലെറ്റ് ചോറ് ഉണ്ടാക്കില്ല, അതുപോലെയാണ് ഞാൻ ബ്രെഡിനും ഉണ്ടാക്കുക. എന്നിട്ട് ഉള്ളിൽ സ്റ്റഫ് ചെയ്ത് കഴിക്കുകയാണ് ചെയ്യുക. അപ്പോൾ ഞാൻ നാളെ മുതൽ ഹിന്ദി പഠിക്കാൻ തുടങ്ങുകയാണ്. ഞാൻ ഹിന്ദിക്ക് 2 ദിവസമാണ് വയ്ക്കുന്നത്. അപ്പോൾ 2 ദിവസം ഉണ്ടെങ്കിൽ കുറച്ച് റിലാക്സ് ചെയ്ത് പഠിക്കാൻ പറ്റും. പിന്നെ എനിക്ക് ഉച്ചയുറക്കൊക്കെ ഉണ്ടല്ലോ, അതൊന്നും എനിക്ക് കളയേണ്ട, ഇതൊന്നും ടൈം ടേബിൾ എടുത്ത് കളയേണ്ടതെന്ന് ആവശ്യമില്ല. പിന്നെ ഒറ്റ ദിവസം കൊണ്ട് കഴിയുക ചെയ്യും. പക്ഷേ ഞാൻ പറഞ്ഞ പോലെ ഒറ്റ ദിവസം ഒരു ദിവസം ഫുൾ രാവിലെ മുതൽ വൈകുന്നേരം വരെ ഇരുന്ന് പഠിക്കുക, രാത്രി വരെ പഠിക്കുക. പിറ്റേ ദിവസം ഉച്ചയ്ക്ക് കഴിയും, പിറ്റേ ദിവസം ആകുമ്പോഴേക്കൊക്കെ കഴിയുന്നുണ്ടാവും. രാവിലെ കുറച്ച് നേരം ഇരുന്നാൽ കഴിയുക ചെയ്യും. പിന്നെ റിവിഷൻ ചെയ്യാനൊക്കെ ടൈം ഉണ്ടാവും. പക്ഷേ എനിക്ക് അപ്പോൾ ഒരു എക്സാം ഉണ്ട് എന്നുള്ള ഫീലിംഗ് വരും. കുറച്ചൊന്ന് എക്സാം ഇല്ലാത്ത പോലെ തോന്നണമെങ്കിൽ ഞാനിങ്ങനെ ചെയ്യുക, 2 ദിവസം വയ്ക്കുന്നതാണ് നല്ലത്. പിന്നെന്താ, ഈ 2 ദിവസം ഞാനിങ്ങനെ സിലബസ് ഈക്വലി ഡിവൈഡ് ചെയ്യും. എന്നിട്ട് അപ്പോൾ വേഗം കഴിയും. പിറ്റേ ദിവസം വൈകുന്നേരം ആകുമ്പോഴേക്കും ചിലപ്പോൾ കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അന്ന് രാത്രി, പിന്നെ പിറ്റേ ദിവസം രാവിലെ ഒന്ന് റിവൈസ് ചെയ്താൽ പോരെ. അപ്പോൾ അങ്ങനെയാണ് എൻ്റെ പ്ലാന്. ശരിക്കും പറഞ്ഞാൽ ഈ ഡേ ഇൻ മൈ ലൈഫിൽ കൂടുതലും ഞാൻ ഫുഡ് ഉണ്ടാക്കുന്നതും കഴിക്കുന്നതിൻ്റെയും വീഡിയോസിന് കൂടുതലുള്ളത് തോന്നുന്നു. എന്താ വെച്ചാൽ അതുതന്നെയാണ് നടക്കുന്നത്. പിന്നെ ഇപ്പം ഈയിടെയായിട്ടൊന്നും സ്പെഷ്യലായിട്ട് ലൈഫിലൊന്നും നടക്കുന്നില്ല. ഇതുപോലെ ഇങ്ങനെ പോണു. ഇനിയിപ്പോൾ എക്സാം തീർന്നു കിട്ടിയാൽ മതിയെന്നായി. ഇനിയിപ്പോൾ ദിവസങ്ങളുണ്ടല്ലോ, 29-ാം തീയതി കഴിയുള്ളൂ. വെറുതെ അങ്ങനെ തീർന്നു കിട്ടില്ല. എഴുതാൻ പോകുന്ന എക്സാം കുറച്ച് ഈസി ആയാൽ മതിയായിരുന്നു. ഏറ്റവും പേടി മാത്സാണ്. അപ്പോൾ ഇത്രയുള്ള ഈ വീഡിയോ. പിന്നെ ഞാൻ ഹിന്ദി എക്സാമിൻ്റെ തലേന്ന് കേട്ടോ സ്റ്റഡി വ്ളോഗ് ഇടാൻ നോക്കാം. അപ്പോൾ ഇത്രയുള്ള ഈ വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.